ഭൂമി കറങ്ങുന്നത് സ്വന്തം കാൽക്കീഴിലാണെന്ന് വിശ്വസിക്കുന്ന അമേരിക്കയുടെ ജപ്പാനിലെ സൈനിക ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണം ട്രംപ് ഭരണകൂടത്തെ ഒന്ന് ഉലച്ചിട്ടുണ്ട്. ലോകത്തെ പല രാജ്യങ്ങളും നിലവിൽ അമേരിക്കൻ വിരുദ്ധരാണെങ്കിലും അമേരിക്കയുടെ സൈനിക ക്യാമ്പ് തകർക്കാൻ തക്ക കരുത്തും ധൈര്യവും ഇവർക്ക് ആർക്കുമില്ലെന്ന കാര്യവും ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ആരാണത് ചെയ്തത് എന്നല്ലേ? ഗാസയെ ചുട്ടരിക്കാനും അവസാനത്തെ ഫലസ്തീൻ വംശജനെ പോലും ഇല്ലായ്മ ചെയ്യാനും ഒക്കെ തന്നെ ഇസ്രായേലിന് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തതിന്, നിരവധി പാവപ്പെട്ട കുഞ്ഞുങ്ങളെ കൊന്നു തള്ളിയതിന്, എണ്ണിയാൽ ഒടുങ്ങാത്തത്ര പാപം ചെയ്തതിനൊക്കെ അമേരിക്കയ്ക്ക് തക്ക മറുപടി കൊടുക്കാൻ ഇറാനിലെ ചുണക്കുട്ടികൾക്ക് മാത്രമല്ലേ സാധിക്കുകയുള്ളൂ, അല്ലേ? എന്താണ് പുതിയ വാർത്തയെന്നല്ലേ നമുക്ക് പരിശോധിക്കാം. അതിനു മുൻപ് ഒരു ചോദ്യം ചോദിക്കട്ടെ. അമേരിക്ക ചെയ്ത പാപത്തിൽ നിങ്ങളെ ഏറെ വിഷമിച്ച കാര്യം എന്താണ്? ഇപ്പോൾ തന്നെ കമന്റായി രേഖപ്പെടുത്തണം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലോകത്താകമാനം യുദ്ധഭീതിയാണുള്ളത്. ഒരു പ്രദേശത്ത് റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്നു. പശ്ചിമേഷ്യയിലാകട്ടെ ഇസ്രായേൽ ഗാസയെ ചുട്ടരിക്കുന്നു. യുദ്ധം അവസാനിപ്പിക്കുമെന്ന് വീരവാദം മുഴക്കി അധികാരത്തിലേറിയ ട്രംപിന്റെ പൊടി പോലും കാണാനില്ല. ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് ലോകം വേദിയാകുന്നുവെന്നാണ് ഇത്തരം സംഭവങ്ങൾ നമ്മളോട് പറയുന്നത്. ഗാസ ചുട്ടരിക്കുന്ന ഇസ്രായേലിനോട് ലോകരാജ്യങ്ങളിൽ പലരും അതൃപ്തി പ്രകടിപ്പിക്കുകയും ഇസ്രായേൽ ചെയ്യുന്നത് മനുഷ്യത്വരഹിതമായ ആക്രമണമാണെന്ന് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. ഗാസയ്ക്കും ഫലസ്തീനികൾക്കും ശക്തമായ പിന്തുണ നൽകി ഇറാനും അവർ പിന്തുണയ്ക്കുന്ന ഹൂതികളും ഹിസ്ബുള്ളയും ശക്തമായി നിലയുറപ്പിച്ചത് പശ്ചിമേഷ്യയിലാകെ ഭയത്തിന്റെ നിഴൽ നിർത്തുകയാണ്. യമനിലെ സാധാരണക്കാരെ പോലും ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണങ്ങൾ തുടർച്ചയാക്കുന്നു. ഇസ്രായേലിന്റെ നേരെ ഇറാനും ഇറാന്റെ നേരെ ഇസ്രായേലും മിസൈലുകൾ തൊടുത്തുവിടുന്നതിൽ കാര്യങ്ങൾ എത്തിയിട്ടില്ലെങ്കിലും പ്രശ്നം അതിരൂക്ഷം തന്നെയാണെന്ന് പറയാം. ഇറാന്റെ കൈവശം എന്തൊക്കെ ആയുധങ്ങളാണുള്ളത്, എത്ര ആയുധങ്ങൾ അവർ ആയുധപ്പുരയിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന കാര്യത്തിലൊന്നും ലോകത്തിന് ഒരു തീർപ്പുമില്ല. എന്നാൽ ഈ പ്രശ്നങ്ങളെയൊക്കെ മുൻകൂട്ടി കണ്ട് ആയുധങ്ങളൊക്കെ തന്നെ അവർ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് തീർച്ചയുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അമേരിക്ക കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടെ നോക്കിക്കാണുന്നത്. ഇറാനെ ഇസ്രായേലിനെ ആക്രമിക്കണമെങ്കിൽ അമേരിക്കയുടെ പിന്തുണ അനിവാര്യവുമാണ്. അത്തരമൊരു പിന്തുണ അമേരിക്ക നിലവിൽ ഇസ്രായേലിന് നൽകിയാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളും ആക്രമിക്കപ്പെട്ടേക്കാം. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അമേരിക്ക നിലവിൽ ഇസ്രായേലിനെ പിന്തിരിപ്പിക്കുന്നത്. അതായത് ഇറാനുമായി ഒരു യുദ്ധമുണ്ടായാൽ അമേരിക്കയും കാര്യമായിട്ട് അനുഭവിക്കേണ്ടി വരുമെന്ന് വ്യക്തമാണ്. മാത്രവുമല്ല, അറബ് ലോകത്തെ കൂടി പ്രകോപിപ്പിക്കുന്നതാകും ഈ യുദ്ധം. നിലവിൽ ഇസ്ലാം മത വിശ്വാസികളുടെ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ പോരാടുന്നത് ഇസ്ലാമിക റിപ്പബ്ലിക് ഓഫ് ഇറാൻ ആണ് എന്നാണ് ലോകത്തെ ഭൂരിപക്ഷം വരുന്ന ഇസ്ലാം മതവിശ്വാസികളും കരുതുന്നത്. ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന വംശഹത്യയെ ചോദ്യം ചെയ്യാനും അതിന് തികച്ച മറുപടി കൊടുക്കാനും ഈ ലോകത്ത് ഇറാൻ എന്നല്ലാതെ വലിയൊരു ശക്തിക്ക് മാത്രമേ സാധിക്കൂ എന്ന് നിസ്സംശയം ഇതിനോടകം തന്നെ എല്ലാ ഇസ്ലാം മതവിശ്വാസികൾക്കിടയിലും ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ ഒരു വിട്ടുവീഴ്ചയ്ക്കും അമേരിക്കയുമായോ ഇസ്രായേലുമായോ ഇറാൻ തയ്യാറായിട്ടില്ല. ഗാസ, ലെബനൻ, യമൻ, സിറിയ തുടങ്ങിയ രാജ്യങ്ങൾ ആക്രമിച്ച ഇസ്രായേൽ അമേരിക്കൻ പിന്തുണയോടെ നാളെ ഇറാനെയും ആക്രമിക്കുമെന്ന് തന്നെ അവർക്ക് നല്ല തിരിച്ചറിവുണ്ട്. ഇറാൻ അവരുടെ ആയുധക്കരുത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഭൂഗർഭ അറകളിലെ വൻ ആയുധ ശേഖരം ഇറാൻ പുറത്തുവിട്ടത് ലോകരാജ്യങ്ങളെ ആകെ അമ്പരപ്പിക്കുന്ന ഒരു വിവരമായിരുന്നു. ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കിയാണ് ഇറാൻ ആണവ ശക്തിയാകുന്നതിന് മുൻപ് തന്നെ എങ്ങനെയെങ്കിലും അതിനെ തകർക്കാനുള്ള കരുക്കൾ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തിയത്. പക്ഷേ അമേരിക്ക ഒറ്റപ്പെടുത്തിയ ഇറാന് വേണ്ട എല്ലാം നൽകി ഗാർഡിയൻ ഏഞ്ചലായി നിൽക്കുന്ന റഷ്യയുടെ പിന്തുണയെ അമേരിക്ക ഭയക്കുന്നുണ്ട്. റഷ്യയുടെ സഹായത്തോടെ ഇതിനകം തന്നെ ഇറാൻ ആണവായുധം വികസിപ്പിച്ചിട്ടുണ്ടാകുമെന്നാണ് അമേരിക്ക കരുതുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഇറാനെ ആക്രമിക്കുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്നാണ് അമേരിക്ക നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഉപരോധം കൊണ്ട് ഇറാനെ വരുതിയിലാക്കാമെന്ന നയമാണ് ഡൊണാൾഡ് ട്രംപും ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. അമേരിക്കയെ ബെറ്റർ ആക്കുമെന്ന് പ്രഖ്യാപിച്ച അധികാരത്തിലേറിയ ട്രംപിന്റെ നയം അമേരിക്കക്കാർക്ക് തന്നെ തലവേദനയാകുന്ന കാഴ്ചയാണ് അമേരിക്കയിലുള്ളത്. ട്രംപിന്റെ കുടിയേറ്റക്കാർക്കെതിരായ നിലപാട് ലോസ് ഏഞ്ചൽസിൽ തെരുവുകളിൽ വൻ സംഘർഷത്തിനാണ് വഴിവെച്ചത്. സ്വന്തം ജനതയെ നേരിടാൻ അമേരിക്കയുടെ മണ്ണിൽ തന്നെ സൈന്യത്തെ നിയോഗിക്കേണ്ട ഗതികേടിലാണ് ട്രംപ് ഉള്ളത്. ഇറാനെതിരായ നീക്കങ്ങൾക്ക് വേഗത വർദ്ധിപ്പിക്കുന്നതും ഈ പശ്ചാത്തലത്തിൽ തന്നെ. പുതിയ സാഹചര്യത്തെ നല്ല അവസരമായി കാണുന്ന ഇസ്രായേൽ അമേരിക്കയെ കൂട്ടുപിടിച്ച് ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതി തയ്യാറാക്കുന്ന തിരക്കിലാണ് ഇപ്പോഴുള്ളത്. എന്നാൽ ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ സൈനിക രഹസ്യങ്ങൾ ചോർത്തിയ ഇറാൻ ഏത് ആക്രമണത്തെയും നേരിടുമെന്ന് ഉറച്ച നിലപാടും സ്വീകരിച്ചു കഴിഞ്ഞു. ഇരുഭാഗത്തും പിരിമുറുക്കം വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾക്കും ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. ജാപ്പനീസ് ദ്വീപായ ഒകിനാവയിലെ അമേരിക്കൻ വ്യോമതാവളത്തിലെ സംഭരണ ഡിപ്പോയിലുണ്ടായ സ്ഫോടനമാണ് അതിൽ പ്രധാനപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും വൻ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്ത ഈ സ്ഫോടനത്തിന് പിന്നിൽ ഇറാന്റെയോ അവരുടെ സായുധ ഗ്രൂപ്പുകളുടെയോ പങ്കുണ്ടോ എന്നതാണ്
CIA-യും മൊസാദും സംശയിക്കുന്നത്. ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും സംയുക്ത നീക്കം നടത്തുകയാണെങ്കിൽ ഈ വ്യോമതാവളവും അവരുടെ സൈനിക നീക്കങ്ങൾക്ക് പ്രധാന ഘടകമാണ്. കാരണം ഇറാനെതിരായ ഏതൊരു നീക്കവും ഉത്തര കൊറിയ, ചൈന, റഷ്യ തുടങ്ങിയ ഇറാൻ അനുകൂല രാജ്യങ്ങളെയും പ്രകോപിപ്പിക്കും. ഇറാനെ ആക്രമിക്കാനുള്ള നീക്കത്തിനെതിരെ റഷ്യ ഇതിനോടകം തന്നെ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. റഷ്യയിലെ വ്യോമതാവളങ്ങൾക്ക് നേരെ ഉക്രൈൻ നടത്തിയ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തത് നാറ്റോയാണെന്ന പുതിയ വിവരം കൂടി പുറത്തു വന്ന പശ്ചാത്തലത്തിൽ യൂറോപ്പിനെയും നാറ്റോ രാജ്യങ്ങളായ ജർമ്മനി, ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളെയും ആക്രമിക്കാനുള്ള പദ്ധതികളാണ് റഷ്യ തയ്യാറാക്കിയിരിക്കുന്നത്. ആക്രമണം നടന്ന ശേഷം ധൃതിപ്പെട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വിളിച്ച ട്രംപ് ഈ ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് യാതൊരു പങ്കില്ലെന്ന് ജാമ്യമെടുത്തു. പുടിന്റെ പദ്ധതി തിരിച്ചറിഞ്ഞു തന്നെയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു നീക്കം നടത്തിയത്. വ്യോമതാവളങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിന് ശേഷം റഷ്യൻ സൈന്യം ഉക്രൈനിൽ വ്യാപക ആക്രമണമാണ് നടത്തിയത്. കനത്ത നാശം ഇതിലൂടെ വിധിച്ചുവെങ്കിലും അതൊന്നുമല്ല തിരിച്ചടിയെന്നും യഥാർത്ഥ പ്രതികാരം സംഭവിക്കാൻ പോകുന്നേ ഉള്ളൂ എന്നുമാണ് റഷ്യൻ മാധ്യമങ്ങൾ നമുക്ക് തരുന്ന വിവരങ്ങൾ. ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് റഷ്യ നൽകിയത്. ട്രംപുമായുള്ള ഫോൺ സംഭാഷണത്തിൽ പുടിനും വ്യക്തമായി ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. റഷ്യ ഇങ്ങനെ നാറ്റോയ്ക്കെതിരെ ആക്രമണത്തിന് തയ്യാറാകുമ്പോൾ മറുഭാഗത്ത് ചൈനയും പുതിയ സൈനിക നീക്കത്തിന് ഒരുങ്ങുകയാണ്. തായ്വാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്നതാണ് ചൈനയുടെ പുതിയ പദ്ധതി. സംഘർഷം മൂർച്ഛിച്ചാൽ ജപ്പാനും അവർ കീഴടക്കിയെന്ന് വരും. ദക്ഷിണ കൊറിയയുമായും ജപ്പാനുമായും ശത്രുതയിലുള്ള ഉത്തര കൊറിയ ഒരവസരത്തിന് കാത്തിരിക്കുകയാണ്. ജപ്പാനും തൈവാനും ദക്ഷിണ കൊറിയയും അമേരിക്കയുടെ സഖ്യകക്ഷികളായതിനാൽ ഈ രാജ്യങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത അമേരിക്കയ്ക്ക് വന്നു ചേരും. അതായത് ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചാൽ ലോകത്തിന്റെ പല ഭാഗത്തും സംഘർഷം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അമേരിക്കൻ സൈനിക താവളങ്ങൾ ഉപയോഗിക്കാതെ ഇറാനെതിരെ ചെറിയൊരു ആക്രമണം നടത്താൻ പോലും ഇസ്രായേലിന് സാധിക്കുകയുമില്ല. ഇറാനെ പോലുള്ള ഒരു സൈനിക ശക്തിയെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനുള്ള കരുത്തും നിലവിൽ ഇസ്രായേലിനില്ല. അതുകൊണ്ട് തന്നെ ആക്രമണം നടക്കുകയാണെങ്കിൽ ഇരു രാജ്യങ്ങളും സംയുക്തമായാണ് ഇറാനെ ആക്രമിക്കുക. ഈ പശ്ചാത്തലത്തിലാണ് ജപ്പാനിലെ അമേരിക്കൻ സൈനിക ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തെയും വിലയിരുത്തേണ്ടത്. ജൂൺ 9 പ്രാദേശിക സമയം രാവിലെ 11:20ഓടെയാണ് കനേഡ വ്യോമതാവളത്തിൽ സ്ഫോടനമുണ്ടായിരിക്കുന്നത്. ജാപ്പനീസ് സ്വയം പ്രതിരോധ സേനയിലെ അംഗങ്ങൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇക്കാര്യം സൈന്യം തന്നെയാണ് സ്ഥിരീകരിച്ചത്. പൊട്ടിത്തെറിക്കാത്ത യുദ്ധോപകരണങ്ങൾ സൂക്ഷിക്കാൻ ഈ സൗകര്യം ഉപയോഗിച്ചിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. SDFന്റെ പൊട്ടിത്തെറിക്കാത്ത ആയുധ നിർമ്മാർജ്ജന സംഘമാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത്. ഏഷ്യ പസഫിക് മേഖലയിലെ അമേരിക്കൻ സൈന്യത്തിന്റെ ഏറ്റവും വലിയ വ്യോമതാവളത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നത് സ്ഫോടനത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ജപ്പാന്റെയും അമേരിക്കയുടെയും സൈനിക ഉദ്യോഗസ്ഥർ നാശനഷ്ടങ്ങൾക്ക് വ്യാപ്തി വിലയിരുത്തുന്നത് തുടരുന്നതിനാൽ കഡേന വ്യോമതാവളം ഇതുവരെ ഔദ്യോഗിക പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടില്ല. ജപ്പാനിലെ ഓക്കിനാവ പ്രീഫെക്ചറിൽ സ്ഥിതി ചെയ്യുന്ന കഡേന എയർബേസ് ഏഷ്യ പസഫിക് മേഖലയിലെ ഏറ്റവും വലുതും തന്ത്രപരമായി പ്രാധാന്യമുള്ളതുമായ US വ്യോമസേനാ സംവിധാനമാണ്. പസഫിക്കിന്റെ താക്കോൽ എന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്ന ഈ താവളം 2000 ഹെക്ടറിലധികം വിസ്തൃതിയുള്ളതും ഏകദേശം 20,000 പേരെ ഉൾക്കൊള്ളാനാകുന്നതുമാണ്. അമേരിക്കൻ വ്യോമസേനയുടെ 18ാമത്തെ വിങ്ങിന്റെ ആസ്ഥാനം കൂടിയാണിത്. F-22 റാപ്റ്ററുകൾ, B-52 സ്ട്രാറ്റജിക് ബോംബറുകൾ തുടങ്ങിയ നൂതന അമേരിക്കൻ വിമാനങ്ങളുടെ മാറി മാറിയുള്ള വിന്യാസവും ഈ ബേസിൽ പതിവായി നടക്കുന്നുണ്ട്. കൂടാതെ ഉത്തര കൊറിയ, തായ്വാൻ, ദക്ഷിണ ചൈന കടൽ എന്നിവയുൾപ്പെടെയുള്ള പ്രാദേശിക ഹോട്ട്സ്പോട്ടുകൾ നിരീക്ഷിക്കുന്നതിലും നിർണായക പങ്ക് ഈ പ്രദേശം വഹിക്കുന്നുണ്ട്. അമേരിക്കയുടെ അഹങ്കാരത്തിന് തന്നേക്കാൾ വലിയ ഒരു ശക്തിയുമില്ലെന്ന ഹുങ്കിന് ആരോ അറിഞ്ഞുകൊടുത്ത പണി തന്നെയാണ് ഇത് എന്നല്ലാതെ ഈ ആക്രമണത്തെ നമ്മൾ എങ്ങനെയാണല്ലേ നോക്കിക്കാണുക? അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.